67ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ രണ്ടാം ദിനത്തിൽ അത്ലറ്റിക്സ് മത്സരങ്ങൾക്ക് ആവേശത്തുടക്കം. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ആവേശത്തുടക്കം. മീറ്റിലെ ആദ്യ സ്വർണവും പാലക്കാട് കരസ്ഥമാക്കിയിരിക്കുന്നു. സാരംഗ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സാരംഗ്, രണ്ടാം ദിനത്തിലേക്ക് എത്തിയപ്പോൾ ആദ്യ സ്വർണം പാലക്കാട് കരസ്ഥമാക്കിയെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അത്ലറ്റിക്സ് മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. നിലവിലെ പോയിന്റ് പട്ടിക പ്രകാരം തിരുവനന്തപുരം ആദ്യ ദിനത്തിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയായിരുന്നു കണ്ടത്. മത്സരങ്ങൾ എങ്ങനെ പുരോഗമിക്കുന്നു? ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ മത്സരങ്ങൾ ആവേശകരമായി തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന സ്കൂൾ കായികമേള ആവേശകരമായ ഒരു നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. നിലവിൽ എന്ത് തന്നെയായാലും 669 പോയിന്റുമായിട്ട് തിരുവനന്തപുരം മുന്നിൽ നിൽക്കുകയാണ്. അതുപോലെ തന്നെ 338 പോയിന്റുമായിട്ട് കണ്ണൂർ രണ്ടാം സ്ഥാനത്തും 324 പോയിന്റുമായിട്ട് കോഴിക്കോടാണ് മൂന്നാം സ്ഥാനമായിട്ടും തുടരുന്നത്. എന്തിനായാലും ആവേശകരമായ മത്സരങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെയാണ് അത്ലറ്റിക് മത്സരങ്ങൾ ആരംഭിച്ചത്. ഈ അത്ലറ്റിക് മത്സരത്തിൽ മികച്ച പ്രകടനമാണ് പാലക്കാട് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ സ്വർണം നേടിയത് പാലക്കാടാണെങ്കിൽ ഇപ്പോൾ അതായത് 4 മത്സരങ്ങൾ 4 റൗണ്ടുകൾ തീരുമ്പോൾ 4 സ്വർണമാണ് ഇത്തരത്തിൽ പാലക്കാട് നേടിയിട്ടുള്ളത്. അതായത് 3000 മീറ്റർ ജൂനിയർ ബോയ്സ്, ജൂനിയർ ഗേൾസ്, സീനിയർ ഗേൾസ്, ജൂനിയർ ബോയ്സ് തുടങ്ങി 4 വിഭാഗങ്ങളിലായിട്ട് പാലക്കാട് സ്വർണം നേടി എന്നുള്ളതാണ്. പ്രധാനമായും ഈ ഒന്നാം സ്ഥാനം, അതായത് 3000 മീറ്റർ സീനിയർ ബോയ്സിൽ ഒന്നാം സ്ഥാനം നേടിയത് ജഗന്നാഥ് എസ്, പാലക്കാട് മുണ്ടൂർ സ്കൂളിലെ വിദ്യാർത്ഥിയാണ്, കായിക താരമാണ്. സീനിയർ ഗേൾസ് 3000 മീറ്ററിൽ ഇനിയ എം, പാലക്കാട് പറളി സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. അതുപോലെ തന്നെ ജൂനിയർ ബോയ്സ് ആദർശ് CP 3000 മീറ്റർ തന്നെ പാലക്കാട് പറളി സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. അവസാനമായി ജൂനിയർ ഗേൾസ് വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുള്ളത് അർച്ചന എസ്, പാലക്കാടാണ്. തുടങ്ങി 4 ഗോൾഡ് മെഡലുകളാണ് ഇതിനോടകം തന്നെ പാലക്കാട് കരസ്ഥമാക്കിയിട്ടുള്ളത്. രാവിലെ മുതൽ ഇത്തരത്തിൽ അത്ലറ്റിക് മത്സരങ്ങൾ ആരംഭിച്ചത് മുതൽ വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് ഈ പാലക്കാട് സ്കൂളിലെ വിദ്യാർത്ഥികൾ, അതായത് പ്രധാനമായും ഈ മുണ്ടൂർ സ്കൂളിലെയും അതുപോലെ തന്നെ പറളി സ്കൂളിലെയും വിദ്യാർത്ഥികളാണ് ഏറ്റവും മികച്ച രീതിയിൽ ട്രാക്കിലൂടെ തങ്ങളുടെ കരുത്ത് കാട്ടി മുന്നിട്ട് നിൽക്കുന്നത്. എന്തിനായാലും 3000 മീറ്റർ മത്സരങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. ഇനി 100 മീറ്റർ മത്സരങ്ങളാണ്. അതും ഏതാണ്ട് അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. ആര്യ, ശരി. സാരംഗാണ് വിവരങ്ങൾ നൽകിയത്.